നമസ്കാരം. ചതുരമുല്ല എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒലിയേസി കുടുംബത്തിൽ മൈക്സോപൈറം ജനുസിലെ സ്മിലാസിഫോളിയം ഇനമാണ് ചതുരമുല്ല. ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം മൈക്സോപൈറം സ്മിലാസിഫോളിയം എന്നുള്ളതാണ്. ഒപ്പം തന്നെ മൈക്സോഫിറം സെറാറ്റം എന്നുള്ള പേര് കൂടി ഇതിനുണ്ട്. മലയാളത്തിൽ ഇതിനെ ചതുരക്കൊടി, ചതുരവള്ളി, ചതുരമുല്ല എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ സംസ്കൃത നാമം വാതാഗ്നി എന്നുള്ളതാണ്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇന്ത്യയിലുമാണ് ചതുരമുല്ല കാണപ്പെടുന്നത്. കേരളത്തിൽ എല്ലായിടത്തും തന്നെ ചതുരമുല്ല കാണപ്പെടുന്നുണ്ട്. പൊതുവെ അർദ്ധ നിത്യഹരിത വനങ്ങളിലും ഇവ വളരുന്നതാണ്. രൂപകരണം നോക്കാം. മറ്റു വൃക്ഷങ്ങളിൽ ചുറ്റിക്കയറുന്ന ബലമുള്ള വള്ളിച്ചെടിയാണ് ചതുരമുല്ല. ഇതിന്റെ ശിഖരങ്ങൾ ചതുര ആകൃതിയിലാണ്. ഇലകൾ 7 തുടങ്ങി 13 സെന്റിമീറ്റർ വരെ നീളവും 3 തുടങ്ങി 5 സെന്റിമീറ്റർ വരെ വീതിയുമുള്ള ദീർഘവൃത്താകൃതിയിലോ അണ്ഡാകാരമോ ആയതാകാരമോ ആയിരിക്കാം. ഇലകൾക്ക് പ്രധാനമായ 5 ഞരമ്പുകളും ഉപഞരമ്പുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഇല ചെറുതായിട്ട് മടക്കി നിവർത്തി കഴിഞ്ഞാൽ ചുളിവുകൾ ഇല്ലാതെ നിവർന്നു തന്നെ വരും. അടിവശത്തൊരല്പം പാടുപോലെ ഉണ്ടാകും എന്ന് മാത്രം. എന്നാലും ഇല മടക്കി ഒടിച്ച പാടുകൾ കാര്യമായിട്ടുണ്ടാകില്ല. പൂക്കൾ കുലകളായിട്ട് ഉണ്ടാകുന്നു. അവ ചെറുതാണ്. ഗോളാകൃതിയിലുള്ള കായകൾ ഉണ്ടാകാറുണ്ട്. പൂവിടുന്നതും കായ്ക്കുന്നതുമെല്ലാം ഫെബ്രുവരി തുടങ്ങി ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ്. തണ്ട് മുറിച്ചു നട്ടാണ് പൊതുവെ ചതുരമുല്ല കൃഷി ചെയ്യുന്നത്. ഔഷധ മൂല്യത്തെ നോക്കാം. ചതുരമുല്ല പ്രധാനമായും ഒരു വേദന സംഹാരിയാണ്. നട്ടെല്ല് വേദന, വാതരോഗങ്ങള്, തലവേദന, നീര്, ചതവ് ഇവ ശമിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. വേദന സംഹാരി തൈലങ്ങളിലും മർമാണി തൈലങ്ങളിലും ഒരു പ്രധാന ചേരുവയാണ് ചതുരമുല്ല. കർക്കിടക മരുന്ന് കഞ്ഞിയിലെ ഒരു പ്രധാന ചേരുവയാണ് ചതുരമുല്ല. ഒരു മരുന്ന് കഞ്ഞിയിൽ 1 ഇലയാണ് ചേർക്കേണ്ടത്. അതിൽ കൂടുതൽ ചേർത്താൽ ഇത് വളരെ ശക്തി കൂടിയ മരുന്നായതുകൊണ്ട് സാധാരണ അതിൽ ഒരു മരുന്ന് കഞ്ഞിയിൽ 1 ഇല മാത്രമേ ചേർക്കാറുള്ളൂ. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ചതുരമുല്ലയുടെ വേരുകൊണ്ട് എണ്ണ കാച്ചി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാതത്തിനും സന്ധിവേദനയ്ക്കും വളരെ കുറവ് കിട്ടും. എണ്ണ പുരട്ടി അത് ചൂടുപിടിപ്പിക്കുകയാണ് വേണ്ടത്. 2. ഉളുക്ക്, ചതവ് ഇവയ്ക്ക് ചതുരമുല്ലയുടെ ഇല, ചെറുകടലാടി സമൂലം, പച്ചമഞ്ഞളിന്റെ ഇല എന്നിവ സമം അരച്ച് കുഴമ്പാക്കി പുരട്ടിയാൽ നീരും വേദനയും മാറുന്നതാണ്. 3. ചതുരമുല്ലയുടെ ഇലകൾ പറിച്ചെടുത്ത് കുത്തരിയുടെ കാടിവെള്ളത്തിലിട്ട് അമ്മിക്കല്ലിൽ അരച്ച് എടുത്ത് ആ നീര് ഉള്ള ഭാഗത്തോ രക്തം കട്ടിപിടിച്ച് കിടക്കുന്ന ഭാഗത്തോ തുണി ഉപയോഗിച്ച് കെട്ടിവെച്ചതിന് ശേഷം 7-8 മണിക്കൂർ കഴിഞ്ഞ് അഴിച്ചെടുത്തതിന് ശേഷം പുളിയില ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ആ ഭാഗം കഴുകുക. ഇങ്ങനെ 4-5 തവണ ചെയ്തു കഴിഞ്ഞാൽ നീരുവീക്കവും രക്തം കട്ടപിടിച്ചതും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. 4. പാച്ചോറ്റി, പാണൽ, കൊട്ടം, വയമ്പ്, ഓമം അഥവാ യമോദകം, ശതകുപ്പ, എള്ള്, കറുത്ത മുതിര, ചതുരമുല്ലയുടെ വേര്, കരിഞ്ചീരകം, എരിക്കില എന്നിവ വറുത്ത് കിഴികുത്തിയാൽ നീര് പറ്റുന്നതാണ്. ചതവും ഒടിവും നീരും. പാച്ചോറ്റി, നല്ല ജീരകം, മുരിങ്ങാത്തൊലി, വെളുത്തുള്ളി എന്നിവ അരച്ച് ലേപനം ചെയ്താൽ മുട്ടുവേദനയും നീരും ശമിക്കുന്നതാണ്. 5. നട്ടെല്ല് വേദനയ്ക്കും നീരിനും ചതുരമുല്ലയുടെ ഇല, മുരിങ്ങാത്തൊലി, കടുക്, കല്ലുപ്പ്, ചെന്നിനായകം ഇവ അരച്ച് ചേർത്തതിൽ 10 ഗ്രാം പച്ചക്കർപ്പൂരം ചേർത്ത് കുഴമ്പ് പോലെയാക്കി വേദനയോ ചതവോ നീരോ ഉള്ളിടത്ത് പുരട്ടിയാൽ പെട്ടെന്ന് ശമനമുണ്ടാകും. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ. ഇത് അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.